ബീന ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ബീന ജോസഫിന് ചില അതൃപ്തികളുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അദ്ദേഹം എം ടി രമേശുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചൊക്കെ നേരത്തെ പ്രതികരിച്ചു. ഇപ്പോൾ എം ടി രമേശ് അതിനെ ഒരു സൗഹൃദ കൂടിക്കാഴ്ച എന്ന തരത്തിലേക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് പരിഗണിക്കും BJP എന്നും പറയുകയാണ്. ഈ കൂടിക്കാഴ്ച പ്രധാനപ്പെട്ടതാണോ? പ്രതിപക്ഷ നേതാവുമായി ബീന നടത്തുന്ന കൂടിക്കാഴ്ച? അനുജ, ബീന ജോസഫ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു. എന്നാൽ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം അക്കാര്യത്തിൽ ഒരു പരിഗണന നൽകിയില്ല എന്ന തരത്തിലാണ് BJP നേതൃത്വം അവരെ സമീപിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ BJP നേതൃത്വമായിട്ടുള്ള ചർച്ച അത് ഒരു സൗഹൃദ ചർച്ച മാത്രമാണെന്ന കാര്യം ബീന ജോസഫ് തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിളിപ്പിച്ചതനുസരിച്ചാണ് അവർ കൂടിക്കാഴ്ചയ്ക്കായി ഇവിടെ എത്തിയിരിക്കുന്നത്, നിലമ്പൂരിൽ എത്തിയിരിക്കുന്നത്. ഈ ബീന ജോസഫും MD രമേശിന്റെ ഭാര്യയും ഒരുമിച്ച് ഈ നിയമബിരുദത്തിന് പഠിച്ചതാണ്. അത്തരത്തിലൊരു സൗഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു മാത്രമാണ്, മറിച്ചൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത്. എന്തായാലും ഈ കൂടിക്കാഴ്ച ഇപ്പോൾ ഇവിടെ നിലമ്പൂരിൽ നടക്കുകയാണ്. ശ്രീജിത്ത്, ഇതിൽ ഈ ഒരു മലയോര മേഖലയിൽ നിന്ന് വരുന്നയാളാണ് ബീന ജോസഫ് എന്നുള്ളതുണ്ട്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നൊരു അതൃപ്തി ബീന ജോസഫിന് ഉണ്ടായിട്ടുണ്ട് UDF-ൽ എന്നുള്ളതൊക്കെ റിപ്പോർട്ടായി പുറത്തു വന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ ബീന ജോസഫ് NDA-യിലേക്ക് പോവുകയോ അങ്ങനെ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ടാകുമോ എന്ന റിപ്പോർട്ടുകളും പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സാഹചര്യത്തിൽ കൂടിയാണോ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മുൻകൈയെടുത്തുള്ള കൂടിക്കാഴ്ച അങ്ങനെയാണോ നടക്കുന്നത്? അനുജ, രാവിലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വം ഈ ബീന ജോസഫുമായി സംസാരിച്ചു. അങ്ങനെ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചതനുസരിച്ചാണ് ബീന ജോസഫ് രാവിലെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ NDA-യിലേക്ക് ബീന ജോസഫ് പോകാനുള്ള സാധ്യതകൾ കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളയുകയാണ്. ബീന ജോസഫിന്റെ നീക്കങ്ങൾ കോൺഗ്രസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബീന ജോസഫിന്റെ ഭാഗത്തു നിന്ന് മറിച്ചൊരു സമീപനം ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. ബീന ജോസഫുമായിട്ടുള്ള ഈ MD രമേശിന്റെ ഒരു സൗഹൃദ കൂടിക്കാഴ്ച അടിസ്ഥാനം അവർ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് രാഷ്ട്രീയമില്ല. എന്നാൽ ബീന ജോസഫ് സീറ്റ് ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യമൊന്നും കോൺഗ്രസ് നേതൃത്വം നിഷേധിക്കുന്നില്ല. അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നില്ല എന്ന അവരുടെ അഭിപ്രായവും മാനിക്കുന്നു. രണ്ട് പേരുകളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് പ്രധാനമായും ചർച്ച ചെയ്തത്. അത് VS ജോയിയുടെയും ഒപ്പം തന്നെ ആര്യാടൻ ഷൌക്കത്തിന്റെയും പേരായിരുന്നു. എന്നാൽ KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് നിയമിതനായതോടുകൂടി മറ്റ് ചില പരിഗണനകൾ കൂടി ഇക്കാര്യത്തിൽ വന്നു. അങ്ങനെയാണ് ആര്യാടൻ ഷൌക്കത്ത് എന്ന പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത്. അതുകൊണ്ടാണ് ബീന ജോസഫിനെ പോലുള്ള ആളുകളോട് പിന്നീട് VS ജോയി മാറിയെങ്കിൽ മാത്രമേ മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് ചർച്ചകൾ പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബീന ജോസഫിലേക്ക് അത്തരം ചർച്ചകൾ പോകാതിരുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നു. ഈ കൂടിക്കാഴ്ച NDA-യിൽ പോകുമെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലല്ല. പാർട്ടി നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം രാവിലെ തന്നെ നിർദ്ദേശിച്ച അനുസരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാനായി ബീന ജോസഫ് മാധ്യമങ്ങളെ കണ്ടത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത്. ശരി, ബീന ജോസഫ് ഇപ്പോൾ വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. കോൺഗ്രസ് നേതൃത്വം കൂടി നിർദ്ദേശിച്ചത് പ്രകാരമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടത്തുന്നത്. അതിൽ MT രമേശുമായുള്ള കൂടിക്കാഴ്ച അത് വാർത്തയായതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ച.